വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിന് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് കേരളത്തിലെ കമ്മീഷനുകൾ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കമ്മീഷനുകളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 50ഓളം ചോദ്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കണേ. ആദ്യത്തേത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നിലവിലെ കേരള പി എസ് സിയുടെ ചെയർമാൻ ആരാണെന്ന്? ആരാണ് കേരള പി എസ് സിയുടെ ചെയർമാൻ? ഡോക്ടർ എം ആർ ബൈജു. ആരാണ്? ഡോക്ടർ എം ആർ ബൈജു. കേരള പി എസ് സിയിലെ നിലവിലെ അംഗങ്ങളുടെ എണ്ണം എത്ര? കേരള പി എസ് സിയിൽ നിലവിൽ 16 അംഗങ്ങളാണ്. എത്ര അംഗങ്ങളാണ്? 16 അംഗങ്ങൾ കേട്ടോ. അപ്പോ മാക്സിമം കേരള പി എസ് സിയിലെ അംഗങ്ങൾ എത്രയാവാന്ന് ചോദിച്ചാൽ 21ആണ്. പക്ഷെ ഇപ്പൊ 16 ആക്റ്റീവ് മെമ്പേഴ്സേ ഉള്ളൂ. 5 പേര് വേക്കന്റ് ആണ്, 5 പേരില്ല. ശരിക്കും ചെയർമാനും 20 അംഗങ്ങളും, അങ്ങനെ 21ആണ് മൊത്തം അംഗങ്ങൾ പറയണേ. ക്ലിയർ ആയില്ലോ മക്കളെ? അടുത്ത നിലവിലെ കേരള പി എസ് സിയുടെ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാ സാജു ജോർജ് ആണ്. ആരാണ്? സാജു ജോർജ്. കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ, കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പരാമർശിക്കുന്നത് ഏതൊക്കെ ഭരണഘടനാ വകുപ്പുകളിലാണ്? ആർട്ടിക്കിൾ 241 ഐ, 243 ഐ, 243 വൈ. 243 പറയുന്നത് ഐയും വൈയും. കേരള പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നത് 1994 സെക്ഷൻ 186. കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നത് 94 തന്നെ സെക്ഷൻ 205. അടുത്തത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ, കേരള ഫിനാൻസ് കമ്മീഷൻ അല്ലെ. കേരളത്തിലെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചാ പറയണേ. 1994 ഏപ്രിൽ 23 രൂപീകൃതമായി. ധനകാര്യ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? പി എം എബ്രഹാം ആണ്. കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ രണ്ടാമത്തെ ചെയർമാൻ ആരാണ്? പ്രഭാത് പട്നായിക് ആണ്. കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ മൂന്നാം ചെയർമാൻ ആരാണ്? കെ വി രവീന്ദ്രൻ നായരാണ്. കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ നാലാമത്തെ ചെയർമാൻ എം എ ഉമ്മനാണ്. അടുത്തത് അഞ്ചാം ധനകാര്യ കമ്മീഷൻ ആരാണ്? ബി എ പ്രകാശ് ആണ്. നിലവിലെ എന്നിവിടെ പറയുന്നത് 6ആണ്, പക്ഷെ നിലവിൽ 7ാം ധനകാര്യ കമ്മീഷനാണ്. നിലവിലെ 7ാം ധനകാര്യ കമ്മീഷൻ കെ എൻ ഹരിലാൽ ആണ്. കെ എൻ ഹരിലാൽ. അപ്പൊ നിലവിലെ ആള് എങ്ങനെയായാലും പഠിക്കണം. അതിനുശേഷം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ആദ്യത്തെ ആള് പി എ എബ്രഹാം, രണ്ടാമത്തെ ആള് പ്രഭാത് പട്നായിക്. ഇത്ര പഠിക്കാം. ആദ്യത്തത് പി എ എബ്രഹാം, രണ്ടാമത്തെ പ്രഭാത് പട്നായിക്. ഇപ്പൊ 7ആണ്. 6ാമത്തെ ആള് വിജയാനന്ദ് ആയിരുന്നു. 7ാമത്തെ ആളാണ് കെ എൻ ഹരിലാൽ ആണ്. കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ കാലയളവ് എത്രയാണ്? 5 വർഷമാണ് കാലയളവ്. കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ എത്ര അംഗങ്ങളുണ്ട്? ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങളുണ്ട്. അടുത്തത് ജില്ലാ ആസൂത്രണ സമിതി, ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മീഷൻ കമ്മിറ്റി. ജില്ലാ ആസൂത്രണ സമിതിയെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ആർട്ടിക്കിൾ 243 സെഡ് ഡി. 243 സെഡ് ഡി. അടുത്ത കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നു. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് എന്ന്? 1998 ഡിസംബർ 11. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 98 ഡിസംബർ 11 രൂപീകരിച്ചു. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെ? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ എത്ര? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാനും 2 അംഗങ്ങളും ഉൾപ്പെടെ 3 പേരാണ് ടോട്ടൽ അംഗങ്ങൾ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ
ആദ്യ ചെയർമാൻ ജസ്റ്റിസ് MM പരീത് പിള്ള. അടുത്ത നിലവിലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ് നിലവിലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത എന്താണ്? കേരള ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ പദവി. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആവണം അല്ലെ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമാവാൻ കാരണമായ നിയമം എന്ന്? 2005 വിവരാവകാശ നിയമമാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകരണത്തിന് ആധാരമായ നിയമം. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന തീയതി എന്ന്? കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19 സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ പരമാവധി അംഗങ്ങളുടെ എണ്ണം എത്ര? സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറും 5 വിവരാവകാശ കമ്മീഷണർമാരുമുണ്ട്. നിലവിലെ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? നിലവിലെ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിൻസെന്റ് M പോൾ ആണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ആയിരുന്നു. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ക്യാബിനറ്റ് മന്ത്രി എന്നിവർ അടങ്ങിയ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ഗവർണർ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. കേരള വനിതാ കമ്മീഷൻ ആക്ട് നിലവിൽ വന്നത് എന്ന്? 1990 കേരള വനിതാ കമ്മീഷൻ ആക്ട് നിലവിൽ വന്നു എങ്കിലും 1995 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകൃതമായത് എന്ന്? കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകൃതമായത് 1996 മാർച്ച് 14 അടുത്തത് കേരള വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെ? തിരുവനന്തപുരമാണ്. കേരള വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആരായിരുന്നു? സുഗതകുമാരി ആയിരുന്നു കേരള വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ. നിലവിലെ കേരള വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആര്? നിലവിൽ കേരള വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ P സതീദേവിയാണ്. കേരള വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? കേരള വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 5 വർഷമാണ്. വനിതാ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങളുണ്ട്? വനിതാ കമ്മീഷനിൽ ചെയർപേഴ്സണും 4 അംഗങ്ങളും ഉൾപ്പെടെ മൊത്തം 5 അംഗങ്ങളാണുള്ളത്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ രൂപീകൃതമായ വർഷം എന്ന്? കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 2013 ജൂൺ മാസം 3 ജൂൺ 3. ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ആസ്ഥാനം എവിടെ? തിരുവനന്തപുരം. ബാലാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 60 വയസ്സ്. ചെയർപേഴ്സൺ ആണെങ്കിൽ 65 വയസ്സ്. 3 വർഷം 60 വയസ്സ് അംഗങ്ങൾക്കും 3 വർഷം 65 വയസ്സ് ചെയർപേഴ്സണും. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്ര? കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനിൽ 7 അംഗങ്ങളാണ് മൊത്തമുള്ളത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ കുറഞ്ഞത് 2 വനിതകൾ ഉണ്ടായിരിക്കണം. നിലവിലെ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? KV മനോജ് കുമാർ ആണ്. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ രൂപീകൃതമാകാൻ ആക്ട് പാസ്സായത് എന്നാണ്? 1993 കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ആക്ട് പാസ്സായി. സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി എത്ര? സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. പിന്നോക്ക വിഭാഗ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്ര? പിന്നോക്ക വിഭാഗ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങളാണുള്ളത്. ചെയർമാൻ സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ മുൻ ജഡ്ജി ആയിരിക്കണം.
കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകൃതമായത് എന്ന് 2007 കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകൃതമായി. കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനം എവിടെ? തിരുവനന്തപുരമാണ് കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനം. കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി എത്ര? കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ എത്ര? 3 അംഗങ്ങളാണ്. ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങളാണ്. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് നിലവിൽ വന്നത് 2014 നിയമം 2013 പാസാക്കിയെങ്കിലും ആക്ട് പ്രാബല്യത്തിൽ വന്നത് 2014. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നന്നായി പഠിക്കാട്ടോ.